ഇന്നത്തെ ഈ വീഡിയോ നോക്കുന്നത് വീട്ടിൽ ട്രക്കിയോസ്റ്റമി കെയർ ചെയ്യുമ്പോൾ ട്രക്കിയോസ്റ്റമി ഉള്ള രോഗിക്ക് നമ്മൾ കെയർ കൊടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് രോഗിയുടെ വീട്ടുകാർ അല്ലെങ്കിൽ കെയർ കൊടുക്കുന്ന നേഴ്സ് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നാണ് നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ നോക്കുന്നത്. ട്രക്കിയോസ്റ്റമി കെയറിൽ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഏറ്റവും ആദ്യം തന്നെ കൈകൾ നന്നായി കഴുകുക. അതായത് ട്രക്കിയോസ്റ്റമി കെയർ ചെയ്യുന്ന രോഗിയെ പരിചരിക്കുന്നത് ആരാണോ, നേഴ്സാണോ, കെയർ ഗീവർ ആണോ, ആരാണെങ്കിൽ അവർ കൃത്യമായി കൈ കഴുകിയെന്ന് രോഗിയെ പരിചരിക്കുന്നതിന് മുമ്പും ശേഷവും നിർബന്ധമായി കൈ കഴുകേണ്ടതാണ്. കൈ കഴുകേണ്ടത് സാനിറ്റൈസർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ സോപ്പ് ഉപയോഗിച്ചോ നന്നായി കൈ കഴുകേണ്ടതാണ്. പരമാവധി സാഹചര്യങ്ങളിൽ നിർബന്ധമായിട്ടും ഗ്ലൗസ് ധരിക്കേണ്ട സാഹചര്യങ്ങളിൽ നിർബന്ധമായി ഗ്ലൗസ് ധരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. രണ്ടാമത് ശ്രദ്ധിക്കേണ്ടത് ശ്വസനനാളം വൃത്തിയായി സൂക്ഷിക്കുക. അതായത് ഡോക്ടർമാർ നിർദ്ദേശിച്ച സമയങ്ങളിൽ അല്ലെങ്കിൽ കൂടുതൽ സെക്രീഷൻ ഉണ്ടെങ്കിൽ മാത്രം സക്ഷൻ ചെയ്യുക. അതുപോലെ തന്നെ മ്യൂക്കസ് കട്ടിയാവാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. രോഗിക്ക് ശ്വാസതടസ്സം അല്ലെങ്കിൽ കഫം, ശ്വാസം മുട്ടൽ എന്നിവ ഉണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിച്ച് ഈ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഡോക്ടറുടെ സഹായം തേടേണ്ടതാണ്. മൂന്നാമത്തെ കാര്യമാണ് സ്റ്റോമ. അതായത് ട്രക്കിയോസ്റ്റമി ഉള്ള പേഷ്യന്റിന്റെ ട്രക്കിയോസ്റ്റമി സ്റ്റോമ ആ കെയർ എങ്ങനെ കൊടുക്കും, അത് എങ്ങനെ വൃത്തിയായി വെക്കുന്നു എന്ന് നോക്കാം. ഏറ്റവും ആദ്യം തന്നെ ശ്രദ്ധിക്കുന്നത് ദിവസവും അല്ലെങ്കിൽ ആവശ്യമുള്ളപ്പോഴെല്ലാം സ്റ്റോമയ്ക്ക് ചുറ്റുമുള്ള ഭാഗം നമ്മൾ കൃത്യമായി ശുചിയാക്കേണ്ടതുണ്ട്. സാധാരണയായി നമ്മൾ ചെയ്യേണ്ടത് എപ്പോഴും നോർമൽ സലൈൻ ഉപയോഗിച്ചിട്ടാണ് വൃത്തിയാക്കേണ്ടത്. അതായത് ഈ സ്റ്റോമ സൈറ്റിലെ ആ ഭാഗത്ത് പ്രത്യേകിച്ച് എന്തെങ്കിലും നിറവ്യത്യാസം ഉണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് ചുവപ്പ് കളർ കൂടുക, അല്ലെങ്കിൽ എന്തെങ്കിലും വീക്കം, എന്തെങ്കിലും പഴുപ്പുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ദുർഗന്ധമുണ്ടോ, ഇവയെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണിക്കേണ്ടതാണ്. നാലാമതായി ട്രക്കിയോസ്റ്റമി ടൈ എപ്പോഴും നമ്മൾ പരിശോധിക്കണം. നമുക്കറിയാം ട്രക്കിയോസ്റ്റമി ട്യൂബ് ഇളകി പോകാതിരിക്കാൻ വേണ്ടിയാണ് ടൈ ശരിയായി കെട്ടുന്നത്. ഈ ടൈ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇവിടെ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് ഈ ടൈ ഒരിക്കലും അധികം മുറുക്കി കെട്ടാതിരിക്കുക, അതുപോലെ അധികം ലൂസാക്കി കെട്ടാതിരിക്കുക. അപ്പോൾ കൃത്യമായ രീതിയിൽ തന്നെ ടൈ ഉപയോഗിക്കേണ്ടതാണ്. അഞ്ചാമത്തെ കാര്യം ഈർപ്പമുള്ള വായു. അതായത് ട്രക്കിയോസ്റ്റമി ഉള്ള പേഷ്യന്റിന് എപ്പോഴും നല്ല ഹ്യൂമിഡിറ്റി നിലനിർത്തേണ്ടതാണ്. ആവശ്യമെങ്കിൽ ആ റൂമിൽ ഹ്യൂമിഡിഫയർ യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഡോക്ടർമാരുടെ നിർദ്ദേശം അനുസരിച്ചുള്ള കാര്യങ്ങൾ മാത്രം എപ്പോഴും ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആറാമതായി ഭക്ഷണം നൽകുമ്പോൾ ഏറ്റവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് രോഗിയെ നേരെ ഇരുത്തി, ഇപ്പം നമ്മൾ ചെയർ, അതായത് ടേബിള്, അതുപോലെ പ്രത്യേകം ഇരുത്തിക്കൊണ്ട് മാത്രം ഭക്ഷണം കിടന്ന രീതിയിൽ കൊടുക്കാതിരിക്കുക. എപ്പോഴും നമ്മളൊരു 45 ഡിഗ്രി എന്ന രീതിയിൽ ചെരിച്ച് ഇരുത്തിക്കൊണ്ടൊക്കെ ഭക്ഷണം കൊടുക്കാൻ ശ്രദ്ധിക്കുക. റൈസ് ടു ഫീഡിങ് ആണെങ്കിലും ആ സമയത്തെല്ലാം എപ്പോഴും ഒരു പൊസിഷൻ പ്രത്യേകം കിടന്നുകൊണ്ട് കൊടുക്കാതെ പൊസിഷൻ എപ്പോഴും കീപ്പ് ചെയ്തുകൊണ്ട് ശ്രദ്ധിക്കുക. ഡോക്ടർമാരുടെ നിർദ്ദേശം അനുസരിച്ചുള്ള ഭക്ഷണങ്ങൾ മാത്രമാണ് നൽകിയത്. സ്വന്തം ഇഷ്ടത്തിനുള്ള ഭക്ഷണങ്ങൾ ഒരിക്കലും കൊടുക്കാതിരിക്കുക. കൃത്യമായി മെനു നമ്മൾ പ്രോപ്പർലി മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്. അടുത്തത് ശ്വാസകോശ വ്യായാമം. ട്രക്കിയോസ്റ്റമി പേഷ്യന്റിന് പലതരത്തിലുള്ള എക്സസൈസുകൾ, ഫിസിയോതെറാപ്പി ഇവയെല്ലാം ചെയ്യാറുണ്ട്. ഇതെല്ലാം പ്രത്യേകിച്ച് ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് മാത്രം ചെയ്യാൻ ശ്രദ്ധിക്കുക. സ്വന്തം ഇഷ്ടത്തിനോ മറ്റുള്ളവരുടെ വാക്ക് കേട്ടോ ഈ എക്സസൈസുകൾ ചെയ്യാതിരിക്കുക. ഫിസിയോതെറാപ്പിസ്റ്റിന്റെ നിർദ്ദേശം തന്നിട്ടുണ്ടെങ്കിൽ ചെയ്യാവുന്നതാണ്. അടുത്തത് അണുബാധ, ഇൻഫെക്ഷൻ വരാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ്. അതായത് പലരും രോഗിയിൽ പല പൊടികളിട്ട് പുകയ്ക്കുക, അല്ലെങ്കിൽ കുന്തിരിക്കം ഇട്ട് പുകയ്ക്കുക, സുഗന്ധവ്യഞ്ജനങ്ങളിട്ട് പുകയ്ക്കുക, ഇവയെല്ലാം ഒഴിവാക്കേണ്ടതാണ്. എപ്പോഴും രോഗിയുടെ മുറി കൃത്യമായി വൃത്തിയായി നല്ല ശുചിയായി സൂക്ഷിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ സന്ദർശകർ പരമാവധി ഒഴിവാക്കേണ്ടതാണ്. അധികം സന്ദർശകരെ കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ചുമ, ജലദോഷം, പനി എന്നിവയുള്ള സന്ദർശകരെ ഒരു കാരണവശാലും അനുവദിക്കാതിരിക്കുക. അഥവാ നമ്മൾ ഒഴിച്ചുകൂടാനാവാത്ത നമ്മുടെ ബന്ധുക്കളൊക്കെ ഉണ്ടെങ്കിൽ, സന്ദർശകരുണ്ടെങ്കിൽ അവരുടെ കൈ കഴുകി, അതായത് സാനിറ്റൈസർ ഉപയോഗിച്ചതിന് ശേഷം മാത്രം രോഗിയുടെ അടുത്തേക്ക് പറഞ്ഞുവിടാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി നമ്മൾ നോക്കുന്നത് എപ്പോഴൊക്കെ ട്രക്കിയോസ്റ്റമി ഉള്ള പേഷ്യന്റിന് ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണേണ്ടി വരും എന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ശ്വാസം മുട്ടലുണ്ട്, ശ്വാസം കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കാണേണ്ടതാണ്. അതുപോലെ തന്നെ ട്യൂബ് ബ്ലോക്ക് ആകുക,
അതുപോലെ ട്യൂബ് പുറത്തേക്ക് പോകുക അല്ലെങ്കിൽ ഊരി പോരുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ നമ്മുടെ ട്രക്കിയോസ്റ്റമി ഉള്ള സ്റ്റോമ സൈറ്റിൽ നിന്ന് ബ്ലീഡിംഗ് ഉണ്ടാവുക, അതുപോലെ പഴുപ്പ്, ദുർഗന്ധം എന്നിവയുണ്ടെങ്കിൽ, അതുപോലെ പേഷ്യന്റിന് ഭയങ്കരമായിട്ട് പനി വരിക, സാധാരണ പനി ഉണ്ടായിരുന്നില്ല, ടെമ്പറേച്ചർ വല്ലാണ്ട് കൂടുതലുണ്ടെങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഓക്സിജൻ സാച്ചുറേഷൻ കുറഞ്ഞു പോവുക, താഴ്ന്നു പോവുക. നമ്മൾ നിർബന്ധമായും ഇടയ്ക്കിടയ്ക്ക് സാച്ചുറേഷൻ ചെക്ക് ചെയ്യേണ്ടതാണ് പൾസ് ഓക്സിമീറ്റർ വെച്ച്. അത് താഴ്ന്നു പോകുന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. രോഗിയുടെ ചുണ്ടുകൾ അല്ലെങ്കിൽ കൈ, കാൽ വിരലുകളിലെല്ലാം നീല നിറം, ഒരു കളർ വ്യത്യാസം ഉണ്ടാവുക. ഈ അവസരങ്ങളിലെല്ലാം നിർബന്ധമായും എത്രയും പെട്ടെന്ന് വൈദ്യസഹായം തേടേണ്ടതാണ്. അടുത്തത്, ഈ ട്രക്കിയോസ്റ്റമി ഉള്ള രോഗിയുടെ റൂമിൽ അല്ലെങ്കിൽ വീട്ടിൽ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. ആദ്യം തന്നെ സക്ഷൻ മെഷീൻ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ സക്ഷൻ കത്തീറ്റർ ഉണ്ടായിരിക്കണം. സ്റ്റെറൈൽ ഗ്ലൗ ഉണ്ടായിരിക്കണം. അതുപോലെ സ്റ്റെറൈൽ ഗോസപ്സ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നോർമൽ സലൈൻ കൃത്യമായി നമുക്ക് ക്ലീൻ ചെയ്യാനോ നോർമൽ സലൈൻ വേണം. അതുപോലെ തന്നെ സെപ്പറേറ്റ് ഒരു സ്പെയർ ആയ ട്രക്കിയോസ്റ്റമി ട്യൂബ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ട്യൂബ് കെട്ടാൻ വേണ്ടി ട്യൂബ് ടൈ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നിർബന്ധമായിട്ട് പൾസ് ഓക്സിമീറ്റർ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഓക്സിജൻ സിലിണ്ടറോ അല്ലെങ്കിൽ ഓക്സിജൻ കോൺസെൻട്രേറ്ററോ, ഡോക്ടർ ഏതാണ് നിർദ്ദേശിച്ചത് അതനുസരിച്ചിട്ടുള്ള ഓക്സിജൻ സിലിണ്ടർ അല്ലെങ്കിൽ ഓക്സിജൻ കോൺസെൻട്രേറ്റർ ആണ് ഉപയോഗിക്കേണ്ടത്. അതുപോലെ നിർബന്ധമായി നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എമർജൻസി നമ്പർ, അതായത് ചികിത്സിക്കുന്ന ഡോക്ടറുടെ നമ്പർ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ നമ്പർ, ആംബുലൻസ് നമ്പർ, അല്ലെങ്കിൽ നമ്മൾ അടുത്തുള്ള വീട്ടിൽ വെഹിക്കിളാണ്, വേറെ ആരെങ്കിലും എന്തെങ്കിലും സഹായത്തിന് എമർജൻസി ആയിട്ട് വേണ്ട ഈ നമ്പറുകളെല്ലാം കൃത്യമായി എഴുതി സൂക്ഷിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ ട്രക്കിയോസ്റ്റമിക്ക് എപ്പോഴും വീട്ടിൽ പരിചരിക്കുന്നതിനുള്ള ഉപകാരങ്ങൾ എന്തെല്ലാമെന്നാണ് നമ്മൾ നോക്കുന്നത്. ആദ്യം തന്നെ ശ്വാസതടസ്സം നമുക്ക് കുറയ്ക്കാൻ കഴിയും. അണുബാധ നല്ല രീതിയിൽ നോക്കുകയാണെന്ന് വെച്ചാൽ ഇൻഫെക്ഷൻ വരാൻ ഹോസ്പിറ്റലിലേക്കാളും കുറവ് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത വീട്ടിലാണ്. ആശുപത്രിയിൽ വീണ്ടും പ്രവേശിക്കാനുള്ള സാധ്യത ഇൻഫെക്ഷൻ കുറയ്ക്കുന്നത് മൂലം നമുക്ക് സാധിക്കുന്നുണ്ട്. രോഗിയുടെ ആത്മവിശ്വാസവും അതുപോലെ തന്നെ ആശ്വാസവും വർദ്ധിക്കാൻ സാധിക്കുന്നു. അതുപോലെ കുടുംബത്തോടൊപ്പം സുരക്ഷിതമായി കഴിയാൻ സഹായിക്കുന്നു. ഹോസ്പിറ്റലിൽ പോകുന്ന ആർക്കും വലിയ ഇഷ്ടം ഉണ്ടാവില്ല. അതുപോലെ തന്നെ രോഗിയുടെ ജീവിത നിലവാരം മെച്ചപ്പെടാനും നമ്മുടെ വീട്ടിലുള്ള ചികിത്സ കൊണ്ട് സാധിക്കുന്നതാണ്. എപ്പോഴും രോഗിയുടെ, അതായത് രോഗിയുടെ വീട്ടുകാർ, കുടുംബാംഗങ്ങൾ നിർബന്ധമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമെന്ന് കൂടി നോക്കാം നമുക്ക്. ട്രക്കിയോസ്റ്റമി ട്യൂബ് ഒരിക്കലും ബലമായി വലിച്ച് ഊരാൻ ശ്രമിക്കരുത്. രോഗി ചിലപ്പോൾ ഊരുന്നുണ്ടെങ്കിലും കൃത്യമായി ഒരിക്കലും ഊരാൻ അനുവദിക്കരുത്. ട്യൂബിൽ, അതായത് ട്രക്കിയോസ്റ്റമി ട്യൂബിന് മുകളിൽ തുണികൾ ഇടുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വസ്ത്രമോ ഇട്ട് മൂടി വെക്കാൻ ശ്രമിക്കരുത്. ഡോക്ടറുടെയോ അല്ലെങ്കിൽ പരിശീലനം നേടിയ നഴ്സിന്റെയോ നിർദ്ദേശമില്ലാതെ ട്യൂബ് മാറാൻ ഒരു കാരണവശാലും ശ്രമിക്കരുത്. അടിയന്തര സാഹചര്യങ്ങൾ മുൻകൂട്ടി തയ്യാറായിരിക്കണം നമ്മൾ. അതുപോലെ തന്നെ പരിശീലനം നേടിയ ഒരു പ്രൊഫഷണൽ നഴ്സിന്റെ സേവനം ഉപയോഗിക്കുന്നതാണ് രോഗിയുടെ സുരക്ഷയ്ക്ക് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ വളരെ കുറച്ച് മാത്രം അറിയുന്നതിൽ അല്ലെങ്കിൽ അറിവില്ലാത്തവരെ വെച്ചാൽ കൂടുതൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ്. വീണ്ടും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും പ്രൊഫഷണലായ നഴ്സിംഗ് കെയർ തന്നെ ട്രക്കിയോസ്റ്റമി കെയറിന് തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. ഓർക്കുക, ട്രക്കിയോസ്റ്റമി രോഗിയുടെ വീട്ടിലെ സുരക്ഷിതം, പരിചരണം, ശുചിത്വം, അതുപോലെ തന്നെ കൃത്യമായ നിരീക്ഷണം, ശരിയായ പരിശീലനം നേടിയ പ്രൊഫഷണൽ നഴ്സിന്റെ ഇവരെല്ലാവരും ഒരു സംയോജനമായ ഒരു പരിചരണമാണ് രോഗിയുടെ ജീവൻ സംരക്ഷിക്കാനും സങ്കീർണതകൾ ഒഴിവാക്കാനും വീണ്ടും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാനുള്ള സാധ്യതയെല്ലാം കുറയ്ക്കാൻ സഹായിക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ വളരെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ട്രക്കിയോസ്റ്റമി കെയറിന് പ്രൊഫഷണൽ നഴ്സിന്റെ ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ബീബറി കെയർ ആണ്, നമ്പറും വെബ്സൈറ്റാണ് കൊടുത്തിട്ടുള്ളത്. താങ്ക് യു ഫ്രണ്ട്സ്.